2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. സംസ്ഥാനത്ത് UDFന്റെയും BJPയുടെയും പ്രതീക്ഷകൾ വാനോളം ഉയർന്നു. അതേസമയം LDFന്റെ പ്രതീക്ഷകൾ തട്ടിത്താഴെ വീണു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലമനുസരിച്ച് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 11 ഇടങ്ങളിലാണ് BJP ഒന്നാം സ്ഥാനത്തെത്തിയത്. 9 ഇടത്ത് രണ്ടാം സ്ഥാനത്തുമാണ്. അതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 3 ഇടങ്ങളിൽ ഒന്നാമതാണ് BJP. 3 ഇടത്ത് രണ്ടാമതും എത്തിയിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാന മണ്ഡലമായ പാറശാലയിൽ CPM രണ്ടാമതാണ് എത്തിയിരിക്കുന്നത്. BJPയുടെ നേട്ടവും അതേസമയം തന്നെ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതാപവും LDFനെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് BJP ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ഇത്തവണത്തെ തുറുപ്പ് ചീട്ടായ ക്രൈസ്തവ വോട്ടുകളെ ഏത് വിധേനയും കൂടെ നിർത്തുക എന്നത് തന്നെയാണ് BJPയുടെ പ്രധാന അജണ്ട. അതുകൊണ്ട് ക്രിസ്ത്യൻ മേഖലകളിൽ ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നതും BJP പ്രധാനമായും ലക്ഷ്യമിടുന്നുണ്ട്. പ്രചരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി BJP നടത്തിയ ചില ആഭ്യന്തര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ 2 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായി വിധി എഴുതും എന്ന് തന്നെയാണ്. അതായത് BJPയുടെ പ്രധാന മണ്ഡലങ്ങളായ തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ അല്ലാതെ മറ്റ് UDF കോട്ടകളായ പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിജയമായിരിക്കും BJP നേടുക എന്നതാണ് ആഭ്യന്തര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനായി BJPക്ക് കാസയുടെ പിന്തുണയും ഉണ്ടാകും. കാസ ഒറ്റയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായി മത്സരിക്കുന്നതിനേക്കാൾ ഉചിതമാകുക അത് BJPയെ പോലെ ഒരു പാർട്ടിയുടെ കൂടെ കൂടിക്കൊണ്ട് ചുവട് ഉറപ്പിക്കുക തന്നെയാണ്. കാസയുടെ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിക്കൊണ്ട് BJPയുടെ പിന്തുണയോടെ വിജയിച്ച് കയറുകയാണ് യഥാർത്ഥത്തിൽ കാസയുടെ ലക്ഷ്യം. കാസയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ BJP വോട്ടുകളും അതുകൂടാതെ തന്നെ ക്രൈസ്തവ വോട്ടുകളും നേടിയെടുക്കാൻ നിഷ്പ്രയാസമാകുമെന്നും ഉത്തമ ബോധ്യം കാസയ്ക്കും BJPക്കുമുണ്ട്. മാത്രമല്ല ഈ വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ ആളെ കളത്തിലിറക്കാനും കാസ ലക്ഷ്യമിടുന്നുണ്ട്. അങ്ങനെ ക്രൈസ്തവ മേഖലകളിൽ BJPക്ക് വൻപിച്ച മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് നഷ്ടം മാത്രമായിരിക്കും അവസ്ഥ. ഇനി BJPയും കാസയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മണ്ഡലങ്ങൾ ഏതാണ് എന്ന് പരിശോധിക്കാം. പത്തനംതിട്ട ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെയും കാസയുടെയും പുതിയ തന്ത്രങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത്. അതിൽ അനിൽ ആന്റണിയെയും ഷോൺ ജോർജിനെയും കളത്തിലിറക്കുകയാണ് ലക്ഷ്യം. കരുത്തരായ സ്ഥാനാർത്ഥികൾ അല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കാസയുടെ കൂടി പിന്തുണ വരുമ്പോൾ ഷോൺ ജോർജും അനിൽ ആന്റണിയും അധികായരായി മാറും. മാത്രമല്ല ഷോൺ ജോർജിന് PC ജോർജിന്റെ വോട്ടുകൾ കൂടി ലഭിക്കുമ്പോൾ അത് അനുകൂലമായി വരും. കോൺഗ്രസിനെ സംബന്ധിച്ച പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ വോട്ടുകളിൽ സാരമായ ഇടിവ് സംഭവിക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കനത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ സീറ്റുകളിലെ വോട്ട് ചോർച്ചയും തിരിച്ചടിയാകും. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസയുടെ സ്ഥാനാർത്ഥികളെ തന്നെ കളത്തിലിറക്കുക, അവർക്ക് BJPയുടെ പിന്തുണ നൽകുക, വലിയ തരത്തിലുള്ള ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കുക, ക്രൈസ്തവ വോട്ടുകളിൽ ആധിപത്യം ഉറപ്പിക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകളെ കൂടെ കൂട്ടുക, ഇതാണ് പ്രധാന അജണ്ട. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥികളെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യം കാസയ്ക്ക് മുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണിയെയും ഷോൺ ജോർജിനെയും കളത്തിലിറക്കുന്നത്. ഇരുവരുടെയും രാഷ്ട്രീയ പാരമ്പര്യത്തെയും ഉടലെടുക്കുവാനും മാത്രമല്ല ക്രൈസ്തവ വോട്ടുകളിലുള്ള സ്വാധീനം ഉറപ്പിക്കുവാനും ഈ 2 നേതാക്കളെ കളത്തിലിറക്കുന്നതോടെ BJPക്ക് സാധിക്കും. BJPയുടെ ദേശീയ തലത്തിലുള്ള പ്രധാന അജണ്ട എന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ്. അത് ഏതാനും 15 വർഷക്കാലമായി BJP പയറ്റുന്നുമുണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വ എന്ന് പറയുന്നത് പോലെ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരോട്ടമുണ്ടാക്കുന്ന അജണ്ട എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം തന്നെയാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് BJPക്ക് ഏതാനും ചില ക്രൈസ്തവ സംഘടനകളുടെ പിന്തുണ കൂടിയുണ്ട്. തങ്ങളുടെ പിന്തുണ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് കാസ രംഗത്ത് വന്നതും. കാസയ്ക്ക് ക്രൈസ്തവർക്കിടയിലുള്ള സ്വാധീനവും കാസ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വരുമ്പോഴുണ്ടാകുന്ന സ്വാധീനവുമെല്ലാം തന്നെ BJPക്ക് വളരെ അനുകൂലമായി വരും. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും ഏറെ ഫലപ്രദമാകുക. അങ്ങനെ അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ മേഖലയിൽ BJPക്ക് അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിഷ്പ്രയാസം നടക്കുവാനായി സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ BJPയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.